അത് നടക്കത്തില്ല സുകന്യ, നടക്കത്തില്ല. സുകന്യ അല്ല അരണ്യ. പറയുമ്പോ ഒരു സുഖമൊക്കെ വേണ്ടേ? അത്രയ്ക്ക് സുഖമൊന്നും വേണ്ട. സാറ് വന്ന ആരും ചെയ്യാൻ നോക്കും. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈൻ വലിച്ചു തരും. അതുപോലെ മതി. ഒരു കാര്യം ചെയ്യ്, ശശിയെ വിളി, ഞാൻ സംസാരിക്കാം. ഞാൻ വിളിക്കത്തില്ല, വേണമെങ്കിൽ സാറും കൊണ്ട് വിളി. എന്നാ ഞാൻ വിളിക്കാം. ശശിയെ, ശശി KCB ലൈമാൻ. പിന്നെ KCB-ക്കകത്തൊന്ന് പൊന്മ ഇറങ്ങി വരുവാടാ. ഇപ്പൊ ഞാൻ ശശിയായല്ലേ, ഒന്ന് വെളിക്കിറങ്ങാമോ? അയ്യോ, ഇത്രയും നാള് ഞാൻ ആരെയും ശുപാർശ ഇല്ലാതെ വെളിക്കിറങ്ങിക്കൊണ്ടിരുന്നേ. ഇനി ഞാൻ അങ്ങനെ തന്നെ പോന്നോളൂ. അതല്ല, ഒന്ന് പുറത്തോട്ട് വരാമോ? അങ്ങനെ മര്യാദക്ക് വിളി. എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നത് ശശി കഴിഞ്ഞു വാ. ഞാൻ KCB വരുവാ. ഈ കൊച്ചു ഒറ്റയ്ക്കേ ഉള്ളു, എല്ലാത്തിനും കിടന്ന് ഓടായി. ഇവിടെ കൂടെ ഓടാൻ എന്തോ ഉസൈൻ ബോൾട്ടും അല്ലാന്നോ? അതല്ല പറഞ്ഞേ. ഇല്ല, എടാ ഈ കൊച്ചിന് കറണ്ട് ഇല്ല, നിങ്ങളുടെ പറമ്പിൽ കൂടെ പിടിക്കാൻ പറ്റൂ. അതിന് നിന്റെ ഒരു സമ്മതപത്രം വേണം. ഇവളൊരുത്തന്നോട് ഒളിച്ചോടി പോയപ്പോഴേ ഇവൾ എന്നോട് സമ്മതം ചോദിച്ചോ? ഇല്ലല്ല, ഇപ്പൊ ഇവള് സമ്മതം ചോദിക്കാൻ വന്നേക്കുന്നു. അത് നിങ്ങളുടെ ആര്? എന്റെ ആരുമല്ല. നിങ്ങൾ അയാടെ ആര്? ഇതല്ലേ സാർ ഇപ്പം ചോദിച്ചത്? ഇവളെന്നെ ഇരുട്ടിലാക്കിയോളാ. അയാൾ പറയുന്നത് എനിക്ക് എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കലിപ്പുണ്ടോ? അതന്നെ സാറേ, പണ്ട് ഞങ്ങൾ തമ്മിലേ ചെറിയൊരു ഇഷ്ടത്തിലായിരുന്നു. ഇഷ്ടമൊന്നുമല്ല, ചെറുതായിട്ട്. ഇങ്ങനെ ഇരിക്കുമ്പോ അയാൾ എന്നെ സിനിമ കാണാനൊക്കെ വിളിക്കും. അത് പോവുമല്ലോ, സ്വാഭാവികം. ഞാൻ പോവും. പിന്നെ അതേപോലെ അങ്ങേരെ കൂടെ ഞാൻ ബീച്ചിലേക്ക് അങ്ങ് പോവും. പ്രേമിക്കുമ്പോ എല്ലാരും പോവുമല്ലോ. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു ലോഡ്ജ് ഉണ്ട്. അതല്ല, ലോഡ്ജിന്റെ അടുത്തൊരു കടയുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് നല്ല ചൂട് ചായയും പരിപ്പടയും കഴിക്കും. പൈസ അവളെന്താ പൊടി പഠിച്ചത്? നിനക്ക് നാണം ഉണ്ടാടാ? നക്കാപ്പിച്ച ചില്ലറയും ചെലവാക്കിയിട്ട് എച്ച് കണക്ക് പറയാ. എനിക്കറിയാം എന്റെ വിഷമം. ഇവളെ വഞ്ചകയാ അവള്. കേട്ടോട്, അയാളെ ചതച്ചോണ്ടാ ഇപ്പൊ ഇങ്ങനെ കേൾക്കേണ്ടി വന്നേ. ചതച്ചോണ്ടോ? ചതിച്ചതുകൊണ്ട്. സാർ എന്തോ പറയുന്നേ? ഞാൻ ഇങ്ങേരെ കൂടെ പോയി പൊറുക്കണോന്നാണ്? അല്ല സാറേ, ഇങ്ങേരെ വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന ആളാ. വെട്ടും കുത്തോ? അനാവശ്യമാണ് പറഞ്ഞത്. ഒന്ന് സാറേ, എനിക്ക് കരിക്കടയാ. ഞാൻ കരിക്ക് വെട്ടിയിട്ട് അതിനകത്തൊരു സ്ട്രാ കുത്തി കൊടുക്കുന്നതിനാ ഇവള് പറയുന്നത് എനിക്ക് വെട്ടും കുത്തുവാന്ന്. അത് മാത്രമാണോ? ഈ നാളാമാല ഇല്ലാത്തവളെ എന്റെ കട കയറി വന്നു കൊക്ക് കുടിക്കുന്ന പോലെ കരിക്ക് കുടിച്ചു പോയിട്ടുള്ളവളാ ഇവള്. അത് ശരിയാണ്. കരിക്ക് കുടിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ കൊടുക്കണം. അവ അത് രണ്ടായിട്ട് വെട്ടിത്തരും. അപ്പൊ ഇങ്ങനെ വടിച്ചെടുത്ത് കിളുകിളാന്ന് പറഞ്ഞ് തിന്നാം. ഇവിടത്തെ ജീവിത പ്രശ്നം പറഞ്ഞോണ്ടിരിക്കുമ്പോ അവൻ കരിക്ക് വെട്ടി കുത്തുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഇതിലെ കൂടെ ലൈൻ വലിക്കാൻ സമ്മതിച്ച നിനക്ക് എന്തെങ്കിലും തടയും? ചിക്കിളി എന്നെ ഇപ്പൊ അവളെല്ലാം ആരിട്ട് ഇക്കിളിയിട്ടാലും എനിക്ക് ഇക്കിളിയാവും. ചിക്കിളി എന്നല്ല, കൈമണി കിട്ടുമെന്ന്. ഞാനെന്തോ ചെണ്ട അടിക്കാൻ പോന്ന കൈമണിയും കൊണ്ട്. ഇനി വന്നില്ല. എടാ, നിനക്ക് ചായ കുടിക്കാൻ വല്ല മേടിച്ചരാന്ന്. നേരത്തെ പറയണ്ടേ? ഒരു കാര്യം ചെയ്യ, ഒരു 25,000 രൂപ മേടിച്ചു തരാന്ന് ഞാൻ സമയം. 25,000 രൂപ? നീ എന്തോടാ ചരുവത്തിനകത്താണോ ചായ കുടിക്കുന്നത്? ഞാൻ ചരുവത്തിനകത്തായിരിക്കും, അണ്ടാവിനകത്തായിരിക്കും. അത് നിങ്ങൾക്ക് അറിയണ്ട. ഞാൻ ചിലപ്പോ തറയെ കിടക്കുന്നവരെ നക്കി കുടിക്കും.